സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് നിയമസഭയ്ക്കകത്ത് പോയി. പ്രത്യേക ബ്ലോക്കിൽ രമയായിട്ട് അടുത്താണ് ഇരുന്നത്. സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് സ്പീക്കറെ അറിയിച്ചു. അതുകൊണ്ട് സീറ്റ് മാറ്റിക്കൊടുത്തു. എന്തായാലും ശരി, നിയമസഭയ്ക്കകത്ത് വന്നു, കണ്ടു, കേട്ടു, കുറച്ച് നേരം ഇരുന്ന് തിരിച്ചു പോയി. അപ്പോൾ അങ്ങനെയുള്ള ഇത് അങ്ങ് തീർന്നു കിട്ടി. അപ്പോൾ പാലക്കാട് ഇറങ്ങാനൊക്കില്ല. കാരണം സംഘപരിവാറും CPM ഗുണ്ടകളും എല്ലാം കൂടെ ചേർന്ന് രാഹുലിനെ തടയും. അതുകൊണ്ട് അങ്ങോട്ട് പോയിട്ടില്ല. എന്തായാലും ഉടനെ പോകുന്ന ലക്ഷണമുണ്ട്. എന്തായാലും ശരി, കോൺഗ്രസിനകത്ത് അല്ലെങ്കിൽ UDF ഒരു യുവനിര ടീം വന്ന് UDF ഒരു പ്രത്യേകമായ പ്രചോദനവും ഒരു ഉത്സാഹവും സന്തോഷവും ഒരു തിമിർപ്പും ഒക്കെ വന്നതാണ്. അത് ഈ കോൺഗ്രസ്സിലുള്ള കുറേ കിഴവന്മാരുണ്ടല്ലോ, നരച്ചവന്മാർ ഡൈയൊക്കെ അടിച്ച് വന്നിരിപ്പുണ്ട്. നമ്മളും നരയ്ക്കും, ഡൈ അടിക്കും, പക്ഷെ നമുക്ക് അധികാരത്തോട് ഭ്രമമില്ല. അപ്പോൾ അധികാരത്തോട് ഭ്രമമുള്ള കുറെ കടൽ കിഴവന്മാരുണ്ട്. അവന്മാർക്ക് ഈ പിള്ളേർ സെറ്റ് ഇങ്ങനെ ഉയർന്നു വരുന്നതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ കുരുപ്പ്. അത് യവന്മാർക്ക് ബുദ്ധി ഇല്ലാത്തവന്മാരാണ്. ഈ യവന്മാർ ഇറങ്ങി നിന്നാൽ ഈ പാർട്ടി നശിക്കുകയുള്ളൂ. കോൺഗ്രസ് ആയിരുന്നാലും ശരി, UDFന് യാതൊരു മെച്ചവും ഉണ്ടാവില്ല. അതിൽ പിന്നെ താല്പര്യം എടുത്ത് നിൽക്കുന്ന കുറച്ച് ജനങ്ങളുണ്ട്. എന്തായാലും ശരി, CPM 10 വർഷം ഭരിച്ച് ആ പാർട്ടി നശിക്കുകയാണ്. അടുത്ത ഇവിടെ വളർന്നു വരുന്നതെന്ന് പറയുന്നത് സംഘപരിവാർ ശക്തികളാണ്. ഇതിനെ ഒന്ന് നേരിടണമെങ്കിൽ UDF അധികാരത്തിൽ വരണം. ആ പാർട്ടി CPM പാർട്ടി കുറച്ച് വളർച്ചയെങ്കിലും ഉണ്ടാവുമല്ലോ എന്ന് കണക്കാക്കി. അതായത് UDFൽ നിൽക്കുന്ന എല്ലാവർക്കും, കോൺഗ്രസ് ആയാലും മുസ്ലിം ലീഗ് ആയിരുന്നാലും മാർക്സിസ്റ്റ് പാർട്ടി ഇല്ലാതാവണമെന്നുള്ള ആഗ്രഹക്കാരില്ല. ആ പാർട്ടി ഇവിടെ നിലനിൽക്കണം. കാര്യം പ്രതിപക്ഷം വേണം. പ്രതിപക്ഷം ഉണ്ടെങ്കിൽ ഈ ജനാധിപത്യം പുലരും. അല്ലാതെ ഈ സംഘപരിവാർ ശക്തികൾ ഈ മതവിദ്വേഷം, ബാക്കിയുള്ള സമുദായങ്ങളെ വിദ്വേഷത്തോടു കൂടി കാണുന്ന, ബാക്കിയുള്ള പാർട്ടികളെ വിദ്വേഷത്തോട് വെറുപ്പും വിദ്വേഷവും വെച്ച് പുലർത്തുന്ന ഈ പാർട്ടിയെ പറ്റി ജനങ്ങൾക്ക് അവമതിപ്പാണ്. അത് ഒരു മതിപ്പും ഇല്ലാത്ത പാർട്ടിയാണ് ഈ BJP സംഘപരിവാർ ശക്തികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേരളത്തിൽ വളരരുതെന്നും കേരളത്തിൻ്റെ ആ പ്രത്യേകമായ തനിമ, ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അത് നിങ്ങൾ ലോകത്തെ ഏത് ഭാഗത്ത് പോയാലും ശരി, കേരളക്കാർക്ക് ഒരു പ്രത്യേകമായ പദവി കൊടുക്കുന്നുണ്ട്. അത് അറബ് രാജ്യങ്ങളിലായിരുന്നാലും ശരി, ഗൾഫ് രാജ്യങ്ങളായിരുന്നാലും ശരി, ബാക്കിയുള്ള മുസ്ലിം രാജ്യങ്ങളിലായിരുന്നാലും ശരി, യൂറോപ്പിലോ അമേരിക്കയിലോ എവിടെ പോയാലും ശരി, കേരളക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാരണം അവരുടെ ആ സ്നേഹവും ആത്മാർത്ഥതയും, അവരാരുമായിട്ട് വിപ്ലവത്തിന് വഴക്കിന് അങ്ങനെയൊന്നും പോകില്ല. അവരവരുടെ കാര്യം നോക്കി ജോലി ചെയ്ത് പരസ്പരം സഹായിച്ചും പിന്നെ സ്നേഹിച്ചും ആത്മാർത്ഥമായിട്ട് അവർ